വല്യമ്മക്ക് എന്നെയാണോ ആ രാമനാഥനെയാണോ കൂടുതൽ ഇഷ്ടം? ഇതെന്ത് ചോദ്യ? എന്റെ ഗോപുവിനെ കഴിഞ്ഞല്ലേ ഉള്ളൂ എനിക്ക് ആരും. വല്യമ്മ നുണ പറയാ. വല്യമ്മ നുണ പറയേ? അതെ, കാർ ഇഷ്ടപ്പെട്ടോ? വേണ്ട, വിഷയൊന്നും മാറ്റണ്ട. വല്യമ്മ എന്തിനാ രാമനാഥനെ തലയിലേറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ നിന്നെ മാത്രമേ എന്റെ തലയിൽ ഏറ്റിട്ടുള്ളൂ. അതൊക്കെ വെറുതെ പറയാ. അന്ന് കണ്ടതല്ലേ, എന്നെ കെട്ടിച്ചു വിടുന്നത് രാമനാഥൻ കളിയാക്കി പറഞ്ഞപ്പോ വല്യമ്മ ചിരിക്കല്ലേ ചെയ്തത്? അതൊരു സത്യല്ലേ കുട്ടി? ഇതിൽ പല സന്തോഷം എന്തായിരിക്കെ? എനിക്ക് തമാശ ഒന്നും കേക്കണ്ട കേട്ടോ. വല്യമ്മക്ക് രാമനാഥനെ നിലക്കി നിർത്താൻ കഴിയോ? അതെനിക്ക് പറയേണ്ടത്. അയ്യേ, ഒരാളെ നിർത്തി എങ്ങനെയാ ജോലി ചെയ്യിക്കുക? മോശല്ലേ? അയാൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യട്ടെ. മതി കളിയാക്കിയത്. അയാൾ എന്നെ എന്താ വിളിച്ചെന്നറിയോ? എന്താ? പോടീന്ന്. ഒരു പ്രാവശ്യമല്ല, 2-3 വട്ടം പോടി പോടി പോടീന്ന്. രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. അപ്പോ ഞാൻ നുണ പറയാണെന്നല്ലേ? വല്യമ്മക്ക് എന്നെ വിശ്വാസമില്ല. ആ ശരി, സമാധാനപ്പെട്. ഞാൻ ചോദിക്കാം. ഇപ്പൊ ചോദിക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. അയാളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വാ, എന്നേക്ക്. അയ്യോ, ആരെങ്കിലും പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താൻ ഇവിടെ പോടീന്ന് വിളിച്ചോ? പോടീന്നോ? ഞാനോ? എന്റെ ഈശ്വര, എന്റെ തല ചുറ്റുന്നേ. വിളിച്ചില്ലേ? അയ്യോ, ഇവിടത്തെ കുട്ടിയെ പോടീന്ന് വിളിക്കേ? അത്രയ്ക്ക് വിവരദോഷിയാണോ ഞാൻ? ചേട്ടാ, വലിയ തെറ്റല്ലേ അതൊക്കെ? കണ്ടില്ലേ, രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. കപട ബഹുമാനവും കല്ല് വെച്ച് നുണയും. വല്യമ്മയെ ഇയാള് വിശ്വസിക്കരുത്. എന്റെ വല്യമ്മയാണ് സത്യം. ഇയാളെന്നെ പോടീന്ന് വിളിച്ചു. എന്താ രാമനാഥ ഇത്? എന്റെ കുട്ടി കള്ളം പറയില്ല. അതാണോ? കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ ഈ രജിസ്റ്ററിൽ അപ്പടി പൊടിയാണല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. കുട്ടി അത് പൊടിയെന്നാണോ കേട്ടെ? കേട്ടില്ലേ, രാമനാഥൻ പൊടിയെന്നേ പറഞ്ഞുള്ളൂ. അല്ല, കുട്ടിക്ക് ഇഷ്ടമില്ലാച്ച പൊടി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണേ ഇല്ല. പകരം കാറ്റത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാധനമെന്നോ, അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഇങ്ങനെ പോയിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കുഞ്ഞി ഡപ്പിക്കകത്ത് കൊണ്ടു കിടന്നിട്ട് ഇങ്ങനെ മൂക്കിൽ വലിച്ചേറ്റിട്ട് മൂക്കളെ ഇങ്ങനെ കറക്റ്റ് ഒലിപ്പിച്ചിട്ട് നടക്കുന്ന അങ്ങനെ സാധനല്ലേ? മതി മതി, തീർന്നില്ലേ നിന്റെ പിണക്കം? പിണക്കം അതിനൊന്നും അല്ല. കാറിലേക്ക് ഒരു സ്റ്റീരിയോ വേണമെന്ന് കുട്ടിക്ക് ഒരേ നിർബന്ധം. വെറുതെ അടിപൊളി വെസ്റ്റേൺ മ്യൂസിക് കേൾക്കാനല്ലേന്ന് ഞാനൊന്ന് ചോദിച്ചു. എന്നാ അവിടെ തനിക്ക് തെറ്റി. ഗോപുവിന് ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല ജ്ഞാനാ. മോളെ, ആ ഖരഹര പ്രിയ ഒന്ന് പാടിക്കൊടുക്ക്. രാമനാഥൻ ഞെട്ടട്ടെ. ഞാൻ ഞെട്ടുന്നോന്നല്ലേ? അറിയില്ല. അറിയില്ലെന്നോ? ഗോപുവിനോ? കമോൺ മൈ ഗേൾ. സഗരി സരി ഗമ പദ നിദ മപദ പദ നിദ നി സരി ഗരി രി ഗമ രി ഗമ രി ഗരി മഗ സഗരി നിരി സ മഗരി സ നി ദ പ സ നി ദ പ മ ദ പ മഗരി സ നി സ നി തെറ്റിപ്പോയി. കരഹരപ്രിയയില് കാകളി നിഷാദമല്ല, കോമൾ നിഷാദമാ. അതെ അതെ, തനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയോ? കുറേശ്ശെ. എന്നാ ഖരഹരപ്രിയ താരന്ന് പാടിയേ. രിഗമരിഗരി മഗ സഗരി നിരിത മഗരി സ നിദബ സ നിദബ മദബ മഗരി സ നിസ നീരി സ സരി ഗമ പ മഗരി സരി ധനി സരി ഗരി സ സരി രി ഗ ഗ മ മ പ ധ നി ധ ധനി സ സ സ നി സരി രി രി സരി ഗ ഗ ഗ നി സരി രി രി സരി ഗരി നി സരി ധ നി സരി സ ഗരി സരി ധ നി ധ നി ധ നി ധ ബ നി ധ ബ മ പ മ ഗരി മ ഗരി സ ഗരി നി സരി ഗരി ഗ മ ഗ മ പ മ പ ധ പ ധ നി ധ നി ഗരി സ. കലക്കി. കളവക്കുറിയിട്ട മുറപ്പെണ്ണെ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോയി എവിടെ പോയി? ഒരു മിനിറ്റേ, ഈ ആർട്ടിക്കിള് ഇന്ന് തന്നെ അയക്കണം. ആ വാര്യക്കാര് വല്ലാതെ ശല്യം ചെയ്യണു. എന്താ? കുഞ്ഞിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആവാലോ, കേൾക്കട്ടെ. അല്ല, വല്യേട്ടനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും ദിവസം കുറെ ആയി ആ മീനാക്ഷിയുടെ ഭർത്താവ് ഒരു ജോലി ഇല്ലാണ്ട് ഈ തറവാട്ടിൽ ഇങ്ങനെ. അയാൾക്കൊരു ജോലി കൊടുക്കണം. എന്ത് ജോലിയാ കൊടുക്കുക? ഞാൻ പറയാ, മില്ലിലെന്തെങ്കിലും. അത് അടച്ചു പൂട്ടാൻ തിടുക്കായോ തനിക്ക്? അപ്പൊ അയാൾ ഈ തറവാട്ടിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിക്കട്ടെന്നാ? എല്ലാം കൊണ്ടും അതാണ് ശ്രേഷ്ഠം. കഴിഞ്ഞോ കുഞ്ഞിയുടെ നിവേദനം? ഇല്ല, ആ രാമനാഥനെ ആർക്കും അങ്ങോട്ട് ബോധിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ചെറിയ മുറുമുറുപ്പുണ്ടേ. അതാ വിദ്വാന്റെ ലക്ഷണം.
ആർക്കും ഇഷ്ടപ്പെടില്ല. അതിന്റെ പേരാ ജലസി, അസൂയ. കുഞ്ഞി, എനിക്ക് രാമനാഥനെ നന്നേ ബോധിച്ചിരിക്കണു. എല്ലാ അർത്ഥത്തിലും അവൻ യോഗ്യനാ. എന്താ? അമ്മേ, അച്ഛനെന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കണു. ഞാൻ ഭാഗ്യവാനാണ് അമ്മേ. ഒക്കെ തുറന്നു പറയാൻ ധൃതിയാവണു. പക്ഷെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. അമ്മയുടെ അടുത്തേക്ക് അച്ഛനെ ഞാൻ കൊണ്ടുവരും. വാക്ക് പാലിക്കും. വേഗം വേഗം കേട്ടാ. താൻ കൂടെ ഒന്ന് സഹായിക്കണോ? ആ ചാക്കിന്റെ പുറത്ത് വയ്ക്കേ. ആ ക്യാൻ കമരരുത്. കെയർഫുൾ. നോക്കി നിൽക്കാതെ ഒന്നും വേഗം ആവട്ടാ. അല്ല, ഈ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. നീ ഇപ്പൊ ചെയ്ത് ഒട്ടും ശരിയല്ല. താഴെ കൊണ്ടിട്ട സാധനം എടുത്ത് വണ്ടിയിലോട്ട് വയ്ക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഒളിച്ചു കടന്നത് കാരണവർ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ നിന്നെ കൊല്ലുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ ദുഃഖം ഞങ്ങൾ എല്ലാവരും ഒന്ന് സഹിച്ചോളാം. എന്താ പോരെ? നീ അങ്ങനെ പണിയെടുക്കടാ. ഓ, അവനൊരു ഹരിചന്ദ്രൻ. സൂര്യോദയത്തിന് മുമ്പ് വണ്ടികൾ ബീരാൻകുട്ടിയുടെ ഗോഡൗണിൽ എത്തണം. ചെല്. അല്ല അളിയ, ഞാൻ ആലോചിക്കുക, എത്ര കാലാച്ചിട്ടങ്ങൾ ഒളിച്ചും കടത്തിയും ജീവിക്കുന്നു. ഈ കളി എന്നാ പിടിച്ചപ്പെടുന്ന ആർക്കറിയാം? അടുത്ത മാസം സപ്തതിയാ. അധികാര കൈമാറ്റം ഉണ്ടാവും. അതുവരെ കാത്തിരിക്കുക. അർഹത എന്നൊരു വാക്ക് വല്യമാവ് പറഞ്ഞ് കേൾക്കണുണ്ട്. അർഹതയുള്ളവർക്ക് കിട്ടും, അർഹതയുള്ളവർക്ക് കൊടുക്കുമെന്നൊക്കെ. എനിക്കൊരു സംശയം, ഇനി നമുക്കാർക്കും അർഹത ഇല്ലെന്നാണോ? നമുക്ക് അർഹതയില്ലെന്ന്. അതെങ്ങനെ ശരിയാവുക? വല്യമ്മാവിടെ കാലാവധി തീർന്നോട്ടെ. മൂത്ത അനന്തരവൻ ഞാനല്ലേ. നിയമപ്രകാരം അടുത്ത അവകാശി ഞാൻ തന്നെയായിരിക്കും. അന്നെന്തായാലും ഭാഗം വയ്ക്കുള്ളൂ. ഉണ്ടാവും, സംശയമില്ല. ഈ നശിച്ച കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് അന്ന് അന്ത്യം ഉണ്ടാവും. ഒന്ന് പതുക്കെ, വെറുതെ ഒച്ച വെച്ച് ഉറങ്ങേണ്ട ഒരു ഉണർത്തണ്ട. ഉറങ്ങിയിട്ടില്ല അളിയോ. അളിയോന്നല്ല, ആനക്കള്ളാന്നാ വിളിക്കണ്ടേ. കാരണവരുടെ കാലം കഴിയാൻ കാത്തിരിക്കുകയാണല്ലേ. ഓ, പകലുള്ള നേരത്തൊക്കെ കാരണവരോട് എന്ത് ഭക്തി, ബഹുമാനം, അനുസരണ. രാത്രി ആയാല് ഇത് കാരണവരെ അറിയിച്ചിട്ട് തന്നെ കാര്യം. അളിയാ, ഒച്ച വെക്കില്ലേ? അതെ. അമ്മമ്മേ, അമ്മമ്മേ, കഥ ഓർക്കുക. നീ എന്തായി ആ സമയത്ത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മാമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവിടെ ആകെ കുഴപ്പമാ. തറവാട്ടിൽ എല്ലാരും സത്യസന്ധമാരാണെന്നല്ലേ അദ്ദേഹം വിചാരിച്ചിരിക്കണേ. തെറ്റി. ഒക്കെ കള്ളന്മാരാ. അവര് തറവാട്ടിൽ നിന്ന് സാധനങ്ങൾ കടത്തുക. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ പയ്യാരത്ത് വന്നിട്ട് കൊല്ലം എത്രയായിരുന്നു എന്റെ വിചാരം. അങ്ങനെയുള്ള ചിന്ത ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് കണ്ടതാ. അമ്മാമ്മ ഇപ്പൊ എന്റെ കൂടെ വാ. അവരിപ്പോഴും ലോറിയിലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക. നേരാണ് മോനെ. സത്യം. സ്വത്ത് കിട്ടാനുള്ള മോഹം എല്ലാവർക്കും. ആ ശത്രും കൂടി അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അവര് തറവാട് മുടിക്കും. പാവം, അദ്ദേഹം ഈ കൊലച്ചതയൊന്നും അറിയുന്നില്ല. നമുക്കിപ്പൊ തന്നെ അറിയിക്കണം. വാ. വേണ്ട, ആ മനസ്സ് തകരും. അത് കാണാൻ എനിക്ക് വയ്യ. നമ്മളായിട്ട് അറിയിക്കേണ്ട തെറ്റിദ്ധാരണ ഉണ്ടാവും. കാലം അത് തെളിയിക്കും. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഇനി ചോർച്ച ഉണ്ടാവാതെ നോക്കണം. അതൊരു കാര്യസ്ഥന്റെ പെടുക്ക. പോയിക്കിടന്ന് ഉറങ്ങിക്കോ. അദ്ദേഹം പാമ്പുകളാണല്ലോ പാലൂട്ടി വളർത്തുന്ന എന്റെ ഭഗവതി. ശരി ശരി, വർഷവും കാക്കട്ടെ. ശരിയാവൂടെ നമുക്ക്. അത് വെറുതെ ഈ അവള് സൂയിപ്പാക്കല്ലേ മോനെ. ഈ അവള് പണം കൊയ്യല്ലേ വായ. അതെ, നല്ല നാടൻ കുത്തനുണ്ട്. ഒരു ലോഡ് അങ്ങോട്ട് അയച്ചു തരട്ടെ. എന്ത്? നമ്മളതിൽ കല്ലോ? എടാ നമുക്ക് 10 കിലോ അരിയിൽ 1 കിലോ ചരല് വീരാൻകുട്ടി ചേർത്തുള്ളൂ. അതും കടലുണ്ടിലെ നല്ല ദഹിക്കുന്ന ചരല്. ഇവിടെ ഓരോ അംഗങ്ങൾ ഈ 2 കിലോ ചേർത്തുണ്ട്. വീരാൻകുട്ടി നല്ല നെറിയുള്ള ബിസിനസ്സേ ചെയ്യുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോ, നല്ല അസല് മട്ട. ഓക്കെ ഓക്കെ. ഓ ശരി. ഇതെന്താടോ ബീരാൻകുട്ടിക്ക, സാധനം തന്നിട്ട് പണം വാങ്ങാൻ തപസ്സിരിക്കണോ? ഇതാ പറഞ്ഞ എമൗണ്ട് ഫുള്ളായിട്ടുണ്ട് പിടിച്ചോളി. അപ്പൊ ചരക്ക് 30-ാം തീയതി എത്തുമല്ലോ. ചരക്കിറക്കാം, പക്ഷെ തുക കുറച്ച് മാറ്റി തരണം. അത് നമ്മളേറ്റത്. അല്ല, എന്താ ഇപ്രാവശ്യം അരി വളരെ കുറഞ്ഞു പോയി? അതിപ്പോ സാരല്ല, അത് അടുത്ത തവണ കൂട്ടി ഇറക്കിയാ മതി. Two most famous cities in Greece were called Athens and Sparta. At that time, there was a race of monkey riders. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ടിരിക്കും ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാൻ ഇത്ര വാശി ആക്രാന്തം. നീ ഭാഗ്യവാനടാ. ഇങ്ങനെയെങ്കിലും നിനക്ക് ഇതിനകത്തൊന്ന് കേറാൻ പറ്റിയില്ലേ? ആക്കല്ലേ മാഷേ. പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ട് 8 വരെ. 8 തന്നെ 3 കൊല്ലം. പിന്നെയും പഠിക്കായിരുന്നു. കൂടെ പഠിച്ചവരെന്നെ മാഷുമാരായി വന്നപ്പോ അത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ടാ. പഠിപ്പില്ലെങ്കിൽ എന്താ, എന്റെ കണക്കൂട്ടിൽ ശരിയല്ലേ? അത് നിന്റെ വയറ്റി പഴപ്പായതുകൊണ്ടാ. ഓ, ഈ കാശിനെന്ത് ഭാര. എന്റെ കൈ ഒടിഞ്ഞു. എടുത്ത് തലേ വെച്ചോ, ഭാരം കുറഞ്ഞ സ്ഥലമല്ലേ. മാഷേ, Now that storm was at its highest, lightning flamed from the sky and everything below stood out in a clear distinctness.
the bending trees, the wave-tossed river and driving spray and the dim outlines of the high banks on the other side. ഇപ്പോൾ ആ കൊടുങ്കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആകാശത്തു നിന്നും മിന്നൽ കിണറുകൾ പാഞ്ഞു. താഴെയുള്ള വസ്തുക്കളെല്ലാം വ്യക്തമായി തെളിഞ്ഞു കാണപ്പെട്ടു. തലകുനിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, തിരമാലകൾ, ചാഞ്ചാടുന്ന നദി, ചിതറിത്തെറിക്കുന്ന ജലഗണങ്ങൾ, മറുവശത്തുള്ള ഉയർന്ന ബാങ്ക് കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപങ്ങൾ. ടീച്ചറെ ഒരു മിനിറ്റ് ഞെന്നേ. ചാച്ചി ടോം സോയറിലെ പഠിപ്പിക്കണേ. സർവത്ര അബദ്ധ. നൗ ദാറ്റ് ടോം എന്നല്ല, നൗ ദാറ്റ് എന്നുള്ളത് ചേർത്ത് വായിക്കണം. അത് ഒറ്റ വാക്ക ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഡിം ഔട്ട്ലൈൻസ് ഓഫ് ദ ഹൈ ബാങ്ക്സ് ഓൺ ദ അതർ സൈഡ് എന്ന് വെച്ചാൽ ബാങ്ക് കെട്ടിടം എന്നല്ല. ബാങ്ക്സ് എന്ന് വെച്ചാൽ തീരങ്ങൾ എന്ന് അർത്ഥമുണ്ട്. പാവം കഥാകൃത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന തീരങ്ങൾ എന്ന് തന്നെയാ. You mind your own business. I'll look after it. അയ്യേ ടീച്ചറെ, അതും അബദ്ധമാ. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് പറയേണ്ടത്. Stupid. Don't teach me. I also have little knowledge about it. ഇപ്പൊ പറഞ്ഞ നിങ്ങളുടെ ടീച്ചറുടെ കാര്യത്തിൽ കറക്റ്റാ. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് വെച്ചാൽ എനിക്ക് അറിവില്ല എന്നാ സാരം. ഐ ഹാവ് എ ലിറ്റിൽ നോളജ്, അതാണ് എന്റെ കറക്റ്റ് പ്രയോഗം. Ramanathan, you don't have no business here. അയ്യോ വീണ്ടും തെറ്റില്ലോ ചേച്ചി. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് പ്രയോഗിക്കാൻ പാടില്ല. യു ഹാവ് നോ ബിസിനസ്. അതുപോലെ Shut up your bloody mouth. വീണ്ടും പഴുത്തില്ലേ. നേരെ മൗത്ത് നോക്കി ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്തിനാ? ഷട്ട് അപ്പ്, ദാറ്റ്സ് ഇനഫ്. മാഷ കൂടുതൽ ഷൈൻ ചെയ്യല്ലോ, ഇതുവരെ സ്വന്തം സ്കൂളാ. സ്വന്തം സ്കൂളാന്ന് വെച്ചാൽ എന്ത് തോന്നിയ ദിവസം പഠിപ്പിക്കുന്ന നീ പുറത്തുനിന്ന്. മാഷേ, ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. പെണ്ണല്ലേ, അഹങ്കാരം ഒന്ന് കുറയട്ടെ. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം. ഈ ടീച്ചർക്ക് ഒന്നും അറിയില്ല. ദേവി രക്ഷിക്കണേ. അങ്ങ് എന്റെ പിന്നിലുണ്ടായിരുന്നോ? ഇല്ലേ, താനാ എന്റെ മുന്നിൽ വന്ന് നിന്നത്. താൻ ഇവിടെ സ്ഥിരമായി വരാറുണ്ടോ? ഇതെന്റെ കുടുംബക്ഷേത്ര. പയ്യാരത്തെ ഭഗവതി എങ്ങനെയാ തന്റെ കുടുംബദേവതയാവുക? അപ്പൊ പ്രസാദം, അച്ഛന്റെ പേരിലൊരു ശത്രുസംഹാര പൂജ കഴിച്ചു. തന്റെ അച്ഛൻ അത്രയധികം ശത്രുക്കളോ? ഒരുപറ്റം ശത്രുക്കളുടെ നടുവിലാണ് അച്ഛൻ. പാവം, അദ്ദേഹം അതൊട്ട് മനസ്സിലാക്കുന്നില്ല. സഹായിക്കാൻ ആരുമില്ലേ? ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതറിയില്ല. കഷ്ടം തന്നെ. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. മിത്രങ്ങളേ ഉള്ളൂ കുടുംബത്തിനകത്തും പുറത്തും. താൻ നിത്യവും കാണുന്നതല്ലേ എന്റെ തറവാട്ടിലെ അവസാനത്തെ കണ്ണി മാളുട്ടി തൊട്ട് കുഞ്ഞുലക്ഷ്മി വരെ അവർക്ക് എന്നോടുള്ള സ്നേഹം മുജ്ജമ്മ സുഹൃതം. പിന്നെ സ്കൂളിലുണ്ടായ കോലാഹലങ്ങളൊക്കെ അറിഞ്ഞു. ഗോപു വല്ലാത്ത പരിഭവത്തിലാ. മനഃപൂർവ്വമല്ല, എന്റെ ഭാഗത്തുനിന്ന് പാകപ്പിഴ വല്ലതും. ഏയ്, തന്റെ പക്ഷത്ത് തന്നെയാ ശരി. അറിവിന്റെ മുന്നിലെ തോൽവി വിജയത്തിലേക്കുള്ള കാൽവെപ്പ. അതവള് മനസ്സിലാക്കണം. ആ, സ്കൂളിൽ അധ്യാപകര് കുറവാ, അതുകൊണ്ടാ ഗോപുവിനെ അയച്ചത്. തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് സഹായിച്ചൂടെ? അല്ല, അത് പിന്നെ പുതിയ അപ്പോയിന്റ്മെന്റ് ആകുന്നത് വരെ മതി. അധ്യാപക വൃത്തി അത്ര മോശമൊന്നുമല്ല കേട്ടോ. എന്റെ തുടക്കം അവിടുന്നായിരുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ല, അധ്യാപനം എനിക്ക് ഇഷ്ട. എന്നാ നാളെ തന്നെ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് ജോയിൻ ചെയ്തോളൂ. എന്താ? ഓ, ഇതൊന്ന് ഫില്ല് ചെയ്തേക്ക്. രാമനാഥന് കണക്കിലാവും പ്രാവീണ്യം. അതാണല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത്. അങ്ങനെയൊന്നുമില്ല, ഏത് വിഷയം വേണേലും എടുക്കാം. ഓ, നാം ബി.എഡിന് പോവായിരുന്നില്ലേ? ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും എടുത്താ മതി. വല്യേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്ര. വല്യേട്ടൻ ചിലപ്പോ അങ്ങനാ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തലയെ കയറ്റി വെക്കും. ആ, ഇതൊരു പാർട്ട് ടൈമായിട്ട് കൂട്ടിയാ മതി. വല്യേട്ടൻ അയച്ചതാ ടീച്ചറായിട്ട്. പുതിയ അപ്പോയിന്റ്മെന്റാ. കാര്യസ്ഥ പണിന്നൊരു പ്രൊമോഷൻ. ഓരോരുത്തരുടെ യോഗേ. കൈമണിയുടെ ഫലാണേ. ഗ്രാമർ മൊത്തമായും ചില്ലറയായി അരച്ചു കലക്കി കുടിച്ച ആളാ. ശിഷ്യപ്പെട്ട വല്യമ്മയ്ക്കും ഗ്രാമർ പഠിക്കാം. ഈ കോളം ഫില്ല് ചെയ്തിട്ടില്ലല്ലോ. സൺ ഓഫ്. സൺ ഓഫ് എന്ന് വെച്ചാൽ അറിയില്ലേ? അച്ഛന്റെ പേര് എഴുതണം. എഴുതണം, സൺ ഓഫ്. സൺ ഓഫ് സൗദാമിനി അമ്മ. അപ്പൊ അച്ഛന്റെ പേര്? എന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി നമുക്കൊരു പുതിയ പ്ലേ. യു സുധ.
daughter of Mr. Sankarankutti. You Ragini, daughter of Mr. Govindankutti Nair. You Murali, son of, I am son of Sridharan Nair. Mole Maluti, you daughter of Gopinathan Nair. I am daughter of Mr. Balakrishnan Nair. ചിലർക്കൊക്കെ സൺ ഓഫ് എന്ന് ചോദിച്ചാൽ അമ്മയുടെ പേര് പറയാനുള്ളൂ. ഹലോ രാമനാഥൻ, യു സൺ ഓഫ്? എന്റെ തന്ത ആരാണെന്ന് നിനക്കറിയണം അല്ലടി? എന്താ എന്താ ഇവിടെ? ഞങ്ങൾ അച്ഛന്റെ പേര് ചോദിച്ച് കളിക്കുകയായിരുന്നു. അതെന്ത് കളിയാ? അതിപ്പോഴത്തെ ഒരു പുതിയ തരം കളിയാ. കൂട്ടത്തിൽ രാമനാഥന്റെ അച്ഛന്റെ പേര് ചോദിച്ചപ്പോ കടിച്ചു കീറാൻ വരിക. അച്ഛന്റെ പേരങ്ങ് പറഞ്ഞാ പോരെ? അതല്ല മോളെ പ്രശ്നം. നമുക്കാർക്കും ലോകകാര്യങ്ങൾ ഒന്നും അറിയില്ല. പക്ഷെ സ്വന്തം അച്ഛൻ ആരാണെന്നറിയാം. രാമനാഥനാണെങ്കിൽ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും അറിയാം. പക്ഷെ സ്വന്തം തന്ത ആരാണെന്ന് അറിയില്ല. വലിയ ഇംഗ്ലീഷ് പണ്ഡിതനല്ലേ? തന്തയില്ലാത്തവൻ എന്താ വിളിക്കുക അറിയില്ലേ? എന്നാ ഞാൻ പറഞ്ഞുതരാം. ബാസ്റ്റേർഡ്. അയ്യോ, എന്നെ തല്ലി. ബാബുലേ, വല്യമ്മേ, ആ രാമനാഥൻ എന്നെ അടിച്ചു. ഇല്ല, ഞാൻ അടിച്ചിട്ടില്ല. അടിച്ചു. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ചോദിച്ചു നോക്കുക. അടിച്ചു, ഞാൻ കണ്ടതാ. ഈ കുട്ടികളോട് ചോദിക്കേ. ഗോപുവേട്ടത്തെ തല്ലുന്നത് ഞാനും കണ്ടു. ആ, ഈ തറവാട്ടിലെ കുട്ടിയെ തല്ലാൻ ഇവനാരാ? അതെ, ഒക്കെ വലിയേട്ടം കൊടുക്കണ സ്വാതന്ത്ര്യ. ദൈവമേ, ആദ്യമായിട്ട് ഈ തറവാട്ടിൽ ഒരാൾക്ക് ഒരു അന്യന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടണേ. ശങ്കമാൻ എത്ര കൊല്ലായി? വേദനിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ കയറി വന്നാലേ ഉള്ളൂ. അപ്പ ചോരത്തളപ്പാ. രാമനാഥ, ഗോപുവിനെ നീ അടിച്ചോ? ഇല്ല, പച്ചക്കള്ളമാണ്. ദൈവേ, എന്റെ കുട്ടികൾ സത്യമേ പറയൂ. കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ് ഞാൻ അവരെ വളർത്തണത്. ഗോപുവിനെ തല്ലാൻ നിനക്കെന്താ അവകാശം? മാപ്പ് പറയാ. പോരാ, തെറ്റ് ചെയ്താലുള്ള ശിക്ഷ രാമനാഥന് ബാധകമാണ്. 101 ഏത്തോടണം. പറഞ്ഞത് കേട്ടില്ലേ? ഏത്തോടുക. 1 2 3 4 5 6. രാമനാഥ, ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. എല്ലാവരും നിനക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞപ്പോ അമ്മാമയ്ക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്റെ കുട്ടി വല്ലാതെ വേദനിച്ചില്ലേ? അച്ഛനാരാണെന്ന് വിളിച്ചു ചോദിച്ചപ്പോ തൊട്ടടുത്തുണ്ടായിട്ടും ചൂണ്ടിക്കാട്ടാനാകാത്ത നിസ്സഹായത സഹിക്കാനായില്ല. സാരല്ല, ആശ്വസിക്കുക. ഒരുപാട് വേദനിച്ചവനാ ഞാൻ. ഓർമ്മ വെച്ച നാള് മുതൽ കേട്ടുമടുത്തതാ പിഴച്ചു പറ്റ മകനെന്ന്. കൂട്ടുകാരൊക്കെ കുത്തി നോവിച്ചപ്പോഴും ആരെ അറിയിക്കാതെ സ്വയം വെന്തു മീറുകയായിരുന്നു. ഇപ്പൊ തറവാട്ടിലോ വെളിയെത്തിയിരിക്കണം. തന്തയില്ലാത്തവൻ. ഇനി വയ്യ. അമ്മാമ്മ നിർബന്ധിച്ചോണ്ടാ, വരില്ലായിരുന്നു. ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നീ അനാഥനല്ലാന്നറിയണം. അതിനുവേണ്ടി അമ്മാമ. അതറിഞ്ഞല്ലോ. ഒന്ന് കാണുന്നുണ്ടായിരുന്നു. കണ്ടു, മതി, തൃപ്തിയായി. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ചിലപ്പോൾ എനിക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, അത്ര അകലത്തില എന്റെ അച്ഛൻ. ഞാൻ പോയിക്കോട്ടെ അമ്മാമ്മേ. നീ ഇത്രക്കേ ഉള്ളൂ. അച്ഛൻ എവിടെ ആയിരുന്നാലും അമ്മയുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് വീരവാദം മുഴക്കിയപ്പോ ഒരു യോദ്ധാവിനെ നിന്നിൽ ഞാൻ കണ്ടത്. അമ്മാമില്ലടാ നിന്റെ കൂടെ. തളരരുത്, ഒരു ദിവസം ഉണ്ടാവും. രാമനാഥൻ മകനാണെന്ന് പയ്യാരത്ത് പത്മനാഭൻ നേരെ അറിയും. അദ്ദേഹം നിന്നെ വാരിപ്പുണരും. ഇങ്ങനൊരു മകനെ കിട്ടിയാൽ അദ്ദേഹം അഭിമാനിക്കും. അമ്മാമ്മേ, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള മാർഗം തുറന്നു കിട്ടിയിരിക്കുക. രാമനാഥനെ കുറിച്ച് വല്യമാമയുടെ മനസ്സിൽ കരട് വീണ് കഴിഞ്ഞു. ഇതാ പറ്റിയ അവസരം. ശരിയാ, ഇത്രമാത്രം അവനോട് മതിപ്പ് വന്നാൽ എന്താ അവനിലുള്ളത്? അത് കണ്ടുപിടിക്കണം. അവൻ ആരാ, എവിടെന്ന് വന്നു? അല്ല, നമുക്ക് അവന്റെ മുറി ഒന്ന് പരിശോധിച്ചാലോ? ആകെ ഒരു തകരപ്പെട്ടിയല്ലേ അവന്റെ പക്കലുള്ളൂ. പെട്ട് തകരമായിക്കോട്ടെ, പക്ഷെ അതിനകത്ത് ജീവിതം തകർക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും. കണ്ടുപിടിക്കണം. അതൊരു വഴിക്ക് നീങ്ങട്ടെ. ഇതാണ് പറ്റിയ അവസരം. അവനെ പുകച്ചു പുറത്തു ചാടിക്കാൻ സമരമാർഗം തന്നെ വേണ്ടിവരും. വല്യമ്മാമയുടെ മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും നിരാഹാരം കിടന്നേ പറ്റും. അല്ല, അതിപ്പോ ആരാ കിടക്കുക? ശ്രീധരന്റെ ശരീരപ്രകൃതി അതിന് പറ്റിയതാ. അയ്യോ, ഞാൻ നിരാഹാരം കിടന്ന വല്യമ്മാമ എനിക്ക് സുഖമരണം ആശംസിക്കുകയുള്ളൂ. മുൻകൂട്ടി ഒരു റീത്തും ബുക്ക് ചെയ്യും. അങ്ങനെ ആരെങ്കിലും നിരാഹാരം കിടന്നിട്ട് കാര്യമില്ല. വല്യമ്മാമയ്ക്ക് സ്ട്രൈക്ക് എന്ന ഒരാൾ തന്നെ ആവണം. അതിനിപ്പോ ഒരാളെ ഉള്ളൂ.? നിരാഹാരോ? അതെന്താ ഉണ്ടായേ? ഞാനിതാ വരുന്നു.
മോളെ ഗോപു, വല്യമ്മാമയെ വിളിക്കണത്. എന്താ കുട്ടി ഈ കാണിക്കണത്? മോൾ ഇങ്ങനെ പട്ടിണി കിടന്ന വല്യമ്മാമയ്ക്ക് മനസമാധാനം ഉണ്ടാവോ? എന്താ മോളെ, അയാളോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം? നിന്നെ തല്ലിയതിന് അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചു, ഏത്തമിടിയിച്ചു. ഇനിയും വല്യമാമയ്ക്ക് അയാളെ പിരിയാൻ കഴിയണില്ല അല്ലേ? അങ്ങനെ ഒന്നുമില്ല. രാമനാഥൻ എല്ലാം നോക്കി നടത്താനുള്ള കഴിവുണ്ട്. അവൻ വന്നു കയറിയ ശേഷം കുടുംബത്തിൽ ഒരു അടുക്കും ചിട്ടിയ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വല്യമാമയ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ തോന്നിപ്പിക്കാനുള്ള സൂത്രമൊക്കെ അവന്റെ കയ്യിലുണ്ട്. മോളെ, വല്യമാമ എന്റേതല്ലാതാവണു. എന്റെ മാത്രമല്ല, ഞങ്ങൾക്കെല്ലാം വല്യമാമ അന്യനാവണു. ഞങ്ങൾക്ക് വല്യമാമയെ വേണം. വല്യമാമ ഞങ്ങളുടെയാ, രാമനാഥന്റെ അല്ല. നിങ്ങളുടെ അല്ലാന്ന് ആരാ പറഞ്ഞേ? ഒക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അയാൾ ഇവിടെ വേണ്ട, ആർക്കും ഇഷ്ടമില്ല. പിന്നെന്തിനാ? വഴിയുണ്ടാക്കാം. നീ വന്ന് വല്ലത് കഴിക്കൂ കുട്ടി. ഇല്ല, രാമനാഥനെ പുറത്താക്കാതെ ഗോപുവിന് ജലപാനം പോലും ഇല്ല. ഇത് സത്യം. കുട്ടിക്ക് സമാധാനായോ? രാമനാഥനെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ഒറ്റ വാശിയില്ല. കുട്ടിയല്ലേ, തെറ്റിദ്ധാരണ കൊണ്ടാ, പറഞ്ഞു മനസ്സിലാക്കായിരുന്നു. സ്നേഹത്തിന്റെ മുന്നിൽ തോൽക്കണ ഒരു രസാടോ. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. രാമനാഥനോട് അത്രമാത്രം ആത്മബന്ധമായിപ്പോയി. അവനെ തനിക്കറിയില്ല, എനിക്കറിയാം. അവൻ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. രാമനാഥൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും വേണ്ട, എനിക്ക് എന്റെ കുട്ടിയോട് തന്നെയാ വലുത്. താനവനെ വിളിക്കുക. രാമനാഥ, തന്റെ സേവനം ഇനി പയ്യാരത്ത് വേണ്ട. പറയണോണ്ടൊന്നും തോന്നരുത്. ഏത് ജോലിന്ന് പിരിച്ചുവിടുന്നതിന് ഒരു കാരണം ഉണ്ടാവല്ലോ. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ തെറ്റും ശരിയൊക്കെ ഞാൻ വിശകലനം ചെയ്തിരിക്കണു. തന്നെ ഇവിടെ ആർക്കും വേണ്ട. ആ നിലയ്ക്ക് എനിക്കും മറിച്ചൊരു അഭിപ്രായം ഇല്ല. ശങ്കു, രാമനാഥന്റെ കണക്ക് എന്താന്ന് വെച്ചാ നോക്കി കൊടുത്തയക്കുക. അപ്പോ എല്ലാം തീർത്ത് അവസാനിപ്പിക്കുകയാണല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താ തീരുവോ? രാമനാഥ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? രാമനാഥൻ മര്യാദയ്ക്ക് നിന്നോളും, നിർത്തിക്കോളാം. പറഞ്ഞയക്കണോ? ഇനി രാമനാഥന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. അത് ഞാൻ ഏൽക്കണം. അല്ല, അതെന്താ രാമനാഥന്റെ കാര്യത്തിൽ ശങ്കുമാൻ ഇത്ര താല്പര്യം? ഏയ്, അങ്ങനെയൊന്നുമില്ല. രാമനാഥൻ എന്റെ ആരാ? പറയുമ്പോ എല്ലാം പറയണല്ലോ. അതെ, പറയുമ്പോ എല്ലാം പറയണം. രാമനാഥനെ പറഞ്ഞയക്കണത് ശങ്കുമാൻ ഇഷ്ടപ്പെടുന്നില്ല. ശങ്കുമാന്റെ നേർക്കാരെങ്കിലും കയർത്താല് രാമനാഥൻ കയറ് പൊട്ടിക്കുന്നു. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ബന്ധം. ഇത് വല്ല രക്തബന്ധമാണോ? ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. ശങ്കുമാൻ എത്ര കൊല്ലായിട്ട് നമ്മൾ അറിയണതാ. അല്ലെങ്കിൽ ശങ്കുമാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് മകനൊന്നും ആകാൻ വഴിയില്ല. അല്ല, മകനാണെങ്കിലേ രക്തബന്ധമുള്ളൂ. തർക്കം വേണ്ട, ശങ്കുമാൻ തന്നെ പറയട്ടെ. എന്താ ശങ്കുമാമ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ശങ്കുമാവന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയാം. രാമനാഥൻ ശങ്കുമാവന്റെ സ്വന്തം അനന്തരവനല്ലേ? ശങ്കുമാൻ നിഷേധിക്കുന്നോ? ശങ്കുമാൻ ഞങ്ങൾക്ക് കാര്യസ്ഥനായിരുന്നില്ല, എല്ലാമായിരുന്നു. ഇത് നെറികേടായി പോയി. ഇങ്ങനെ ഒരു അനന്തരവനെ തറവാട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കേണ്ട കാര്യം എന്തായിരുന്നു? സ്വന്തം അനന്തരവന് ഒരു ജോലി വേണച്ചാ പറഞ്ഞാ പോരായിരുന്നു. ഇനി അതല്ല, വസ്തുവാ ആവശ്യമെങ്കിൽ 10 15 ഏക്കർ പതിച്ചു തരാൻ ഒരു മടിയില്ലാത്ത ആളാ വല്യേട്ടൻ. ശങ്കുമാൻ അറിയില്ലേ? പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു കളി? മതി. ഞാൻ ശങ്കുമാവിന്റെ സ്വന്തം അനന്തരം തന്നെയാ. ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോടാവാ. പറയടാ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താ? തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഉണ്ടല്ലോ തറവാട്ടില്. ഒറ്റയ്ക്ക് ചോർത്താൻ കഴിയില്ല, സഹായത്തിന് മരുമകനെയും കൂടെ കൂട്ടി, അത്ര തന്നെ. പറയടാ, അതല്ലേ സത്യം? അല്ല, ചോർത്തുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനായിരുന്നു ഈ വഞ്ചന? എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയായിരുന്നു ബാസ്റ്റേഡ്. അരുത്, അങ്ങനെ വിളിക്കരുത്. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നോ ഞാൻ കരുതിയേ? യു ആർ എ ലയർ, ചീറ്റ്, ഫ്രോഡ്, സ്കൗണ്ടർ. കൊല്ലിവിടാം നിന്നെ ഞാൻ പറ്റി. എന്റെ പിറകെ നടന്നതിനെ ചതിക്കായിരുന്നു അല്ലടാ? അരുത്, ഇനി എന്റെ കുട്ടിയെ തല്ലരുത്.
എന്റെ കുട്ടിയാണെന്ന് സമ്മതിക്കണില്ലേ? തന്നെ ഞാൻ തന്നെ തല്ലാൻ എനിക്കാവില്ലടോ. തന്നെ കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ പത്മാവൻ നാർക്കല്ല. തന്നെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു വാക്ക് പറയായിരുന്നു. പിച്ചക്കാശിന് വേണ്ടി താനെന്നെ പിന്നീന്ന് കുത്തുകയായിരുന്നില്ലേ? എന്നെ മതിവരോളം തല്ലിക്കൊള്ളൂ, കൊള്ളാൻ ബാധ്യസ്ഥനാ. വഞ്ചകനെന്ന് മാത്രം വിളിക്കരുത്. സത്യം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. മതി, മനസ്സിലാക്കിയിടത്തോളം മതി. ഇനി കൂടുതൽ മനസ്സിലാക്കണമെങ്കിലേ ദാ ഇതങ്ങോട്ട് വായിച്ചാ മതി. രാമനാഥന്റെ പെട്ടിന്നെടുത്ത ഒരു പഴയ കത്താ അമ്മാവൻ അനന്തരവൻ അയച്ചത്. അയ്യോ, പെങ്ങളോടും മരുമകനോടും എന്താ ഒരു കൂറ് എഴുതിയിരിക്കണത് കണ്ടില്ലേ? പെങ്ങള് വിഷമിക്കണ്ട, എല്ലാം കലങ്ങി തെളിയും. രാമനാഥന് നല്ലൊരു ഭാവി ഉണ്ടാവും. ഞാൻ പയ്യാരത്ത് തന്നെ ഉണ്ടല്ലോ. കിഴവൻ പ്ലാനിങ് തുടങ്ങിയിട്ട് കാലം കുറെ ആയിരിക്കണോ?